CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആവേശാരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 50ഓളം ഗജവീരന്മാർ. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കിരീടപൂരിൽ തൃശൂർ സെന്റ് തോമസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിച്ചത്. 261 വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9ഓടെയാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് മടങ്ങി. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാളാഘോഷം ഭക്തിനിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം മാർച്ച് പകുതിയോടെ പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നെല്ലി MLA. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചീരംകുളം വേലയോടനുബന്ധിച്ചു നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത യുവാവ് പിടിയിൽ. ആർത്താറ്റ് സ്വദേശിയും നിലവിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനുമായ ഒല്ലേക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള അദീബിനെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ലോകമെമ്പാടുമുള്ള സുറിയാനി വിശ്വാസികൾ ആനീദെ ഞായർ ആചരിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാനയർപ്പിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂൾ 65ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മഴവിൽ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാസങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സേവനമില്ലാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കമുള്ള സേവനങ്ങൾക്ക് പ്രതിസന്ധി. ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത്. തിറയും തെയ്യവും കരിങ്കാളിയും നിറഞ്ഞാടിയ പൊന്നിയൂർക്കുളം ആൽത്തറ കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭം. പൊന്നിയൂർക്കുളം നയന ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനയും തിമിരനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ന്യൂ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് ICA സ്കൂളിൽ LP മോണ്ടിസോറി വിദ്യാർത്ഥികൾക്കായുള്ള മിനി പാർക്ക് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയിരൂർ പ്രദേശത്ത് പന്നിക്കൂട്ടം സൃഷ്ടിക്കുന്ന ഭീഷണി നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്തെ വീടുകളോടും കൃഷിയിടങ്ങളോടും ചേർന്നാണ് കാട്ടുപന്നിക്കൂട്ടം സഞ്ചരിക്കുന്നത്. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും വനംവകുപ്പിനെയും വിവരമറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഫലപ്രദമായ നടപടിയുണ്ടായില്ലെന്നാണ് പരാതി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മരത്തംകോട് വഴിയമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് നിർവഹിച്ചു. യുവജനവിരുദ്ധ കേരള വിരുദ്ധ യൂണിയൻ ബജറ്റിനെതിരെ DYFI കാട്ടക്കമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ കേന്ദ്ര ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.